നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് ബോഡി അല്ലെങ്കിൽ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ BCCI എന്ന് ഒരു നിസ്സംശയം മറുപടി പറയാവുന്നതേ ഉള്ളൂ. ഒരുപാട് ഇപ്പോൾ ഫുട്ബോൾ ഫെഡറേഷൻ ആണെങ്കിലും വോളിബോൾ, ഹോക്കി, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സ്പോർട്സ് ഫെഡറേഷനുകൾ ഇന്ത്യയിലുണ്ടെങ്കിലും BCCIയുടെ ഒരു കരുത്തും അല്ലെങ്കിൽ അതിൻ്റെ ഒരു അത് നേടുന്നൊരു വരുമാനത്തിൻ്റെ ഒരു, അതായത് ഒരു പക്ഷേ ഒരു അത്രയും ഒരു വലിയ ഒരു ഇൻഫ്ലുവൻസ് BCCIക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഈ കുറഞ്ഞ രാജ്യങ്ങൾ കളിക്കുന്ന ഒരു ഗെയിം ആണെങ്കിൽ പോലും BCCIയുടെ വരുമാനം, അതുപോലെ BCCI നടത്തുന്ന IPL പോലത്തെ ഒരു ലീഗ്, ഇതിൻ്റെ ഒക്കെ ജനപ്രിയത നമുക്കറിയാം. ഇപ്പോൾ പുതിയൊരു നാഷണൽ സ്പോർട്സ് ഗവേണൻസ് ബില്ല് വരാൻ പോകുന്നുണ്ട് 2025. അപ്പോൾ ഇതിനകത്തേക്ക് BCCIനെയും കൂടി ഉൾപ്പെടുത്തുമെന്ന രീതിയിലുള്ളൊരു ചർച്ചയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു BCCI ഒരു ഓട്ടോണമസ് ബോഡി ആയിട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ പോലും കുറേ റെഗുലേഷൻസ് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ, ഇത് പ്രത്യേകിച്ച് ഒളിമ്പിക്സ് എന്ന് പറയുന്നൊരു ഇതിലേക്ക് ക്രിക്കറ്റും കൂടി ഉൾപ്പെടുത്തുന്നത് കൂടിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആളുകൾ ഇത് ചെയ്യുന്നത്. എന്തൊക്കെയായിരിക്കും ഇതുകൊണ്ടുള്ള ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്? ഇപ്പം വരുമ്പോൾ കുറേ ആശങ്കകളുണ്ട്. ഇപ്പം ഇത് വന്നു കഴിഞ്ഞാൽ ഈ സ്ട്രക്ചർ മാറുമോ? BCCIയുടെ പിന്നെ ഈ പറഞ്ഞാൽ ഇപ്പം സൈഫ് പറഞ്ഞപ്പം രാജ്യത്തെ ഏറ്റവും വലിയൊരു കായിക ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു. അതിപ്പം ക്രിക്കറ്റിലെടുത്ത് നോക്കിയാൽ ലോക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ഇതായിട്ട് വരുന്നതും ബോർഡായിട്ട് വരുന്നതും BCCI തന്നെയാണ്. അപ്പം ഒരു ബില്ലിലേക്ക് വരുമ്പം അതിന് കടിഞ്ഞാണിടുവാണോ, BCCIക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ വരുമോ എന്നുള്ള ആശങ്കകളൊക്കെ എല്ലാവർക്കും ഉള്ളിലുണ്ടത്. അതാണ് ഇപ്പോൾ ഏറ്റവും ആദ്യം പല രാജ്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. പിന്നെ അവിടുത്തെ രാഷ്ട്രീയം സർക്കാരുടെ ഇവിടുന്ന് രാഷ്ട്രീയം ഇടപെടുന്നു, അതിനെ വിലക്കുന്നു, ബോർഡിന് വിലക്ക് വരുന്നുണ്ട്, ഈവൻറ്റ് കളിക്കാനല്ലോ. അപ്പം ഇത് വരുന്ന സമയത്ത് അതിനൊക്കെ ബാധിക്കുന്ന ആശങ്കകളും വരുന്നുണ്ട്. അത് പക്ഷേ വരുന്നില്ല എന്നില്ലാണ് നമുക്കിത് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ BCCI എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളിപ്പം നമുക്ക് ഈ കേരള താരങ്ങളെ അവഗണിക്കുന്നു, സൗത്ത് ഇന്ത്യൻ താരങ്ങളെ അവഗണിക്കുന്നു എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ട് സൊസൈറ്റിയാണ്. തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്ത സൊസൈറ്റിയാണ് ഈ BCCI. അതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് ഈ പഠനം വന്നിച്ച് ഈ പറഞ്ഞ സൈഫ് പറഞ്ഞ പോലെ അത്രയും വലിയ ഇതായിട്ട് ഒരു വരുമാനമായിട്ട്, അതായത് ഒരു നാഷണൽ സ്പോർട്സ് ഫെഡറേഷൻ അല്ല, ഒരു സൊസൈറ്റി ആയിട്ട് തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് ബില്ലിനകത്തേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു നാഷണൽ സ്പോർട്സ് ഫെഡറേഷൻ ആയിട്ട്, അതായത് NSF ആയിട്ട് മാറും എന്നതാണ് പറയുന്നത് ഒരു കാര്യം. മാത്രമല്ല ഇപ്പോഴുള്ള, അതായത് സ്വാഭാവികമായിട്ട് ഓരോ വർഷവും ഇതിന്റെ റെക്കഗ്നൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ട സാഹചര്യം ബാക്കിയുള്ള ശ്രേണിയിലേക്ക് തന്നെ വരും. BCCI വരും. പിന്നെ ഒരു സർക്കാരിൻ്റെ ഒരു മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ പിന്നെ കായിക ഫെഡറേഷൻ്റെ ഒരു മേൽനോട്ടത്തിലേക്ക് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ കുറച്ചധികം കാര്യങ്ങൾ സുതാര്യമാവുന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ അതെങ്ങനെയാണെന്നറിയില്ല. ഇതിൻ്റെ ചെയർമാൻ വരുന്നത്, തെരഞ്ഞെടുപ്പൊക്കെ വരുന്നത് എല്ലാം ബാധിക്കുമോ എന്നുള്ളതും സംശയമുണ്ടോ? എങ്ങനെയായിരിക്കും? അല്ല, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട്, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ അങ്ങനെ കാര്യമായിട്ട് ഇടപെടാനുള്ള സാധ്യത കുറവാണ്. കാരണം അങ്ങനെ ഓവറായിട്ട് ഇടപെടുക എന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റിലെ ഒരു ഇപ്പോൾ ICCയുടെ ഒരു ഇതൊക്കെ അനുസരിച്ചിട്ട് അങ്ങനെ ഗവൺമെന്റ് ഓവറായിട്ട് ഇടപെടുന്നതിൽ അതിന് പരിമിതികളും ഇതൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പക്ഷെ എനിക്കിതിൽ ഇപ്പോൾ ഈ ഒരു വിഷയം അവിടെ നിൽക്കട്ടെ, അതിൻ്റെ ഇലക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് തോന്നിയത് എനിക്ക് ഡിസ്പ്യൂട്ടുകളാണ്, തർക്കങ്ങളാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ടീമായിട്ടുള്ള കൊച്ചി ടസ്കേഴ്സ് കേരളയുമായിട്ടുള്ള ഒരു നിയമതർക്കം. ഇങ്ങനെയുള്ള തർക്കങ്ങളിൽ ഇപ്പോൾ BCCIക്ക് കോടതികളെ സമീപിക്കാനുള്ള ഒരു അവകാശ പ്രശ്നങ്ങളും ഇതൊക്കെയുണ്ട്, കാര്യങ്ങൾ എങ്ങനെയൊക്കെ. അതെ. പക്ഷെ പുതിയൊരു ഇത് വരുന്ന സമയത്ത് നാഷണൽ സ്പോർട്സ് ട്രിബ്യൂണലിനെയാണ് ആദ്യം പോകുന്നത്. പിന്നെ സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ നൽകാനുള്ള ഒരു ചാൻസും ആണ് കിട്ടുക എന്ന് പറയുന്നത്. അതാണ് ഒരു അതായത് അത് എത്രത്തോളം ബാധിക്കും എന്നുള്ളതാണ്. അതിൽ നിന്നാണ് ഇപ്പോൾ, കാരണം BCCIക്ക് സ്വതന്ത്രമായിട്ട് അങ്ങനെ കേസുകൾ നടത്താൻ കഴിയാത്ത രീതിയിൽ അത് ട്രിബ്യൂണലിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പെട്ടെന്ന് പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും. ഒരു കേസുകൾ കെട്ടിക്കിടക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ നമുക്ക് ശ്രീശാന്തിന്റെ കേസൊക്കെ വരുമ്പോൾ നമുക്കറിയായിരുന്നു, മറ്റേ വാതുവെപ്പ് കേസ് കേസുകളൊക്കെ വരുമ്പോൾ നമുക്ക് മറ്റു ഈ കൊച്ചി ടസ്കേഴ്സിന്റെ കേസിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ എത്ര വർഷമായി ആർബിട്രേഷൻ വിധിച്ച ആ ഒരു ഇതിനെതിരെ BCCI അപ്പീൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതി ഇതാക്കി ഇനിയിപ്പോ സുപ്രീം കോടതിയിലേക്ക് പോകാനാണ്. സ്പോർട്സ് ട്രിബ്യൂണൽ കഴിഞ്ഞാൽ നേരിട്ട് സുപ്രീം കോടതിയിലേക്ക് പോകണ്ടേ? ഒരു തീരുമാനം പെട്ടെന്ന് തന്നെ വരുന്നില്ല. അതെ. ഇനിയിപ്പോ അങ്ങനെ സ്പോർട്സ് ട്രിബ്യൂണലിലേക്ക് പോവുകയും അപ്പൊ അതിന്റെ ഒരു റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തർക്കങ്ങൾ പരിഹരിക്കപ്പെടുകയും പിന്നെ പെട്ടെന്ന് സുപ്രീം കോടതിയിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്.
പിന്നെ വേറെ കാര്യം ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇലക്ഷന്റെ കാര്യം നിങ്ങൾ പറഞ്ഞു, ഞാൻ അതിലേക്ക് വരികയാണ്. ഇലക്ഷൻ നേരത്തെ BCCI സ്വന്തമായിട്ട് ഇലക്ഷനാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇതിലേക്ക് വരുന്ന സമയത്ത് ഒരു സൂപ്പർവിഷൻ ഉണ്ടാവും. അതായത് നാഷണൽ സ്പോർട്സ് ഇലക്ഷൻ പാനലിന്റെ ഒരു അവരുടെ ഒരു മേൽനോട്ടം തീർച്ചയായും അതിനകത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. അതെ അതെ, ഒരു ഇതിലേക്ക് വരും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ സുതാര്യമാവില്ല, കുറച്ചും കൂടി വരുമ്പം കുറച്ചുകൂടി കാര്യങ്ങൾ സുതാര്യമാവണം. ഇപ്പോൾ ഒരു തീരുമാനം വരുന്നത് നമ്മൾ പറയുമ്പം പിന്നെ ഒരു ബോർഡ് ചേർത്ത് തീരുമാനിക്കുന്ന പോലെ അല്ലല്ലോ, കുറച്ചുകൂടി ഇതായിട്ട് വരുമ്പോൾ സുതാര്യമായിട്ട് കാര്യങ്ങൾ മാറുന്നത് നല്ലതായിരിക്കില്ല അത്. അതെ, കുറച്ചും കൂടി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കുറച്ചും കൂടി കുറച്ച് സുതാര്യമായിട്ട് ഒരു റെഗുലേഷൻസ് ഉണ്ടാവാൻ സാധ്യത. പക്ഷേ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ BCCI പടർന്ന് പന്തലിച്ചൊരു വൻ മരമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് വേറെ എന്തെങ്കിലും പ്രശ്നം ഇതിലേക്ക് പോകുമോ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബില്ലിനകത്ത് BCCIയുടെ ഒരു സ്റ്റാൻഡ് എന്താണെന്നുള്ളത് കൂടി അറിയണ്ടേ. BCCIയുടെ സെക്രട്ടറി ആയിട്ടുള്ള ദേവജിത്ത് സൈക്കി അദ്ദേഹം പറയുന്നത് ഈ ബില്ല് വരട്ടെ എന്നുള്ളതാണ്. പാർലമെന്റിൽ ബില്ല് വരട്ടെ, എന്തൊക്കെയാണ് അതിന്റെ ഇൻഫർമേഷൻസ് എന്ന് കൃത്യമായിട്ട് അറിയട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനം എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ BCCIയും ഈ ഇതിപ്പോ ഗവൺമെന്റ് ആണല്ലോ ഈ ബില്ല്, പാർലമെന്റ് ആണല്ലോ ഈ ബില്ല് കൊണ്ടുവരുന്നത്. അപ്പൊ എന്താണ് അതിനകത്ത് അതായത് എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് നമുക്ക് കണ്ടറിയണ്ട. പക്ഷെ അൾട്ടിമേറ്റ്ലി എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനെ ക്രിക്കറ്റിന് ഗുണം കിട്ടുന്ന രീതിയിൽ, അതായത് ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഗെയിമിന് ഗുണം കിട്ടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഗവൺമെൻറ്റുകളുടെ ഇടപെടൽ എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഗവൺമെൻറ്റുകൾക്ക് ഇടപെടാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പാകിസ്ഥാനിൽ ഇന്ത്യ ടീം കളിക്കാൻ പോകാത്തത്. അപ്പോൾ പൂർണ്ണമായും ഈ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ നിന്ന് അങ്ങനെ ഒഴിവാക്കണം എന്നുള്ളൊരു നിയമമൊന്നുമില്ല. പക്ഷേ ഈ റെഗുലേഷൻസ് വരുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെ BCCI ഇങ്ങനെ ആകുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ കൂടി നമുക്ക് നോക്കാം. അതിനകത്ത് ഒന്നാമത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിയമപരമായിട്ടുള്ള ഒരു സുതാര്യത ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. BCCIയുടെ പ്രവർത്തനങ്ങളാണെങ്കിലും അതിനകത്ത് നിയമപരമായിട്ടുള്ള ഒരു സുതാര്യത ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ നേരത്തെ പറയാം, തർക്കങ്ങൾ പെട്ടെന്ന് പരിഹരിക്കാൻ വരുന്നുണ്ട്. ഇപ്പോൾ എന്ത് തർക്കം വന്നാൽ അത് ട്രിബ്യൂണലിലേക്ക് പോകുന്നു, അവിടെ നിന്ന് പിന്നെ അപ്പീലാണെങ്കിൽ സുപ്രീം കോടതിയിൽ പോയിട്ട് അവിടെ കഴിയും. വർഷങ്ങളോളം നീണ്ടു നിൽക്കേണ്ട ആവശ്യമില്ല. താരങ്ങൾക്കൊക്കെ എനിക്ക് തോന്നുന്നു വളരെ ഉപകാരപ്പെടുന്നതാണ്. കാരണം നമുക്ക് ശ്രീശാന്തിനൊക്കെ കാര്യം അറിയുന്നത്, ഇപ്പം അത് മറ്റേ കേസ് വിവാദം വന്നെല്ലാം കഴിഞ്ഞപ്പോഴേക്ക് താരത്തിൻ്റെ ഏജ് കളിക്കുന്ന അവസ്ഥയായിരുന്നു. പിന്നെ അദ്ദേഹം വീണ്ടും KCL കളിച്ചു, പിന്നെ ക്രിക്കറ്റ് ടീം കളിച്ചു, വീണ്ടും വന്നെങ്കിൽ കൂടി IPL പോലും എത്താൻ വേണ്ടി പറ്റും ടീമുകൾ എടുക്കാത്തൊരവസ്ഥയിലേക്ക് പോയി. അപ്പം ഇതേപോലെ ട്രിബ്യൂണലിലേക്കാണെന്ന് ആ കേസ് ഫസ്റ്റ് പോകുന്നെങ്കിൽ, IPL ആണ് എങ്കിൽ കൂടി ഇത് പോകുന്നെങ്കിൽ അവിടെ പെട്ടെന്നൊരു തീരുമാനമായി വിധി വന്നു, വിലക്കായത് എന്തോ ആട്ടെ, അതിന് സുപ്രീം കോടതിയിൽ ഇത് കേസ് വന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ താരത്തിന് ഇപ്പം വീണ്ടും ഒരു അന്താരാഷ്ട്ര കരിയറിലേക്ക് തിരിച്ചു. നമുക്ക് പാകിസ്ഥാനൊക്കെ മുഹമ്മദ് ആസിഫൊക്കെ തിരിച്ചു നമുക്കറിയാം, കരിയറിന് ഫസ്റ്റ് വന്നിട്ട് വലിയ ഇത് വെച്ചിട്ട് അന്ന് തിളങ്ങിക്കുന്ന സമയത്തായിരുന്നു ആസിഫിന് പറ്റിയത്. അപ്പോൾ അങ്ങനെ ശ്രീശാന്തിലപ്പം ഒരു മടങ്ങിയൊരു അവസരം ലഭിച്ചേനെ. നമുക്ക് ആ ഒരു താരത്തിൻ്റെ നമുക്കൊരു ഓവർസീസ് പിച്ചുകളിലൊക്കെ ശ്രീശാന്ത് ഉണ്ടാക്കിയൊരു ഓളൊന്നും പിന്നെ ഇപ്പം ആരും ഉണ്ടാക്കാത്തൊരു ഇതാണെന്ന് വേണം പറയാവുന്നതാണ്. അപ്പം അതുപോലുള്ള താരങ്ങൾക്ക് ഒരു അവസരം ലഭിക്കും ഇതേപോലെ വരുമ്പം അത് വളരെ പോസിറ്റീവ് കാര്യമാണ്. താരങ്ങൾക്ക് കുറച്ചുകൂടി ഫേവർ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ ഈ നിയമം വരുന്നത്. അതെ, അത് തന്നെയാണ്. താരങ്ങൾക്ക് കൂടുതലൊരു പ്രാധാന്യം കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇത് വരും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യൂണിഫോം ഇലക്ട്രൽ കോഡ് വരുന്നുണ്ട്. പിന്നെ അതായത് ഇലക്ഷനും കാര്യങ്ങളൊക്കെ ഒരു റെഗുലേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് ഈ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള അതിനോട് യോജിക്കുന്ന രീതിയിലുള്ള ഒരു ഇതായിട്ട് മാറും. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് വരുന്നുണ്ട് എന്നുള്ളത് ഓൾറെഡി കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. അപ്പം തീർച്ചയായിട്ടും അതിനോട് യോജിച്ചു പോകുന്ന ഒരു ബോഡി ആയിരിക്കുക എന്നുള്ളതും കൂടി വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പിന്നെ സാമ്പത്തികമായിട്ടുള്ള അക്കൗണ്ടബിലിറ്റി എനിക്കിപ്പോൾ പറഞ്ഞ പോലെ BCCIയുടെ പിന്നെ പ്രതിനിധി പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഇതിലായിരിക്കും കൂടുതൽ ചിലപ്പോൾ അവർക്കും ഒരു തർക്കം വരാൻ ചാൻസ്. കാരണം ഇപ്പോൾ ഓട്ടോണമസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വരുന്ന ഒരു വലിയൊരു ബോർഡായിട്ട്, അപ്പോൾ അതിൽ എത്രത്തോളം ഇടപെടലുകൾ ഉണ്ടാവുന്നില്ലാണ് വലിയൊരു പ്രശ്നമായിട്ട് വരുന്നത്. പക്ഷേ അത് നല്ലതാണ്, അത് വേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് നമുക്ക് അറിയില്ല എങ്ങനെയാണ് വരുന്നതെന്ന്. എന്തായാലും ഇപ്പോൾ ഏറ്റവും ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ BCCI എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സൊസൈറ്റി ആയിട്ട് ഓട്ടോണമസ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ്. പുതിയ ഈ നാഷണൽ സ്പോർട്സ് ഗവേണൻസ് ബില്ല് വരുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും BCCIനെ കൂടി അതിലേക്ക് ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന ഒരു സൂചനകൾ. മാധ്യമങ്ങളെല്ലാം അക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേസമയം BCCIനെ സംബന്ധിച്ച് ബില്ല് വരട്ടെ, അത് വിഷയങ്ങൾ കാര്യങ്ങൾ പഠിക്കട്ടെ എന്ന ഒരു തീരുമാനത്തിലാണ്. എന്തായാലും ക്രിക്കറ്റിന് നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.